ഓക്കെ. സോ എന്റെ ഫൈനൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത് ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നത് ചെന്നൈയിൽ നിന്ന്. ഓക്കെ. സോ ഞാന് ഈ കഴിഞ്ഞ ഡിസംബർ അപ്പോ ക്ലാസ്സസ് നോക്കുകയാണ്. എന്താ ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ മുമ്പേ ഒരു FR വാങ്ങിച്ചിരുന്നു. അപ്പൊ അത് ഓക്കെ. കാണാതെ എക്സ്പയർ ആയി പോയി. അപ്പോ ഓക്കെ. ഓൺലൈൻ ക്ലാസ് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന സംഭവമല്ല. കാരണം അത് കണ്ട് മടുക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞാല് നമ്മൾ സ്കിപ്പ് ചെയ്യും. സ്പീഡ് 2 ടൈംസ് വ്യൂ ഒക്കെ ഇട്ട് പോകും. ഉം. അപ്പോഴാണ് ICI തൃശ്ശൂരിന്റെ ക്ലാസ് കാണുന്നു. ഓക്കെ, എന്താ എല്ലാ ഫാക്കൽറ്റീസും ക്ലാസ് കൊണ്ട് കറക്റ്റ് സമയത്ത് തീരും ചെയ്യും. അതിന് ഓക്കെ. ജനുവരിയിൽ തൃശ്ശൂരിലോട്ട് വന്നു. ക്ലാസ്സസ് തുടങ്ങി. അപ്പം ഭയങ്കര പേടിയായിരുന്നു. 4 മാസമേ ഉള്ളൂ ക്ലാസ്സും കേട്ട് റിവിഷനും ചെയ്ത് എക്സാം എഴുതാന്. ഉം. അപ്പൊ അതിൽ ബോത്ത് എഴുതാൻ പറ്റുമോ? ഇനിയിപ്പോ എഴുതിയാൽ തന്നെ അതൊരു മണ്ടത്തരാവോ? അതിന് പകരം ഒരു ഗ്രൂപ്പ് ഫോക്കസ് കൊടുത്തൂടെ? വീട്ടിൽ നിന്ന് അങ്ങനെ ചോദിക്കായിരുന്നു അവര്. കാരണം ഉം. 4 മാസം കൊണ്ടൊക്കെ ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ബോത്ത് പാസ്സാവുന്ന ബുദ്ധിമുട്ടാണ്. പോരാത്ത 4 മാസം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട്. ഒരു റിസ്ക് ആണ്. എഫേർട്ടും റിസ്ക്കും കൂടുതലാണ്. അപ്പൊ ഓക്കെ, എന്തായാലും ഞാൻ വിചാരിച്ചു 4 മാസമല്ലേ, ഈ 4 മാസം മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് ചെയ്താൽ മിക്കവാറും കിട്ടും എന്നുള്ള ഒരു രൂപത്തിലായിരുന്നു ഞാന്. അപ്പോ ഓക്കെ. ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട്, പിന്നെ അതുപോലെ ICI തൃശ്ശൂരിലെ സ്റ്റഡി ഹോൾ ഉണ്ടായിരുന്നല്ലോ, ഉം. 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 അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട്, ഡൗട്ട് ചോദിച്ചാൽ അവരെപ്പോഴും ക്ലിയർ ചെയ്ത് തരും. പിന്നെ മാമിനൊക്കെ മെസ്സേജ് അയച്ചാൽ എപ്പോഴും റിപ്ലൈ കിട്ടും. സോ അങ്ങനത്തെ സപ്പോർട്ട് കൊണ്ട് ആ ഇപ്പൊ പാസ്സായി കിട്ടി. ഇപ്പോ വളരെ സന്തോഷം. എന്തായാലും എടുത്ത ഡിസിഷൻസ് എല്ലാം റൈറ്റ് ആയിരുന്നു തോന്നി. ഓക്കെ. സോ എന്താ പറയാ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്, ദിസ് ഇസ് CA സർഷ, ബട്ട് ഞാൻ വിളിക്കുന്ന അവനെ ചെല്ലമായിട്ട് ഷാ എന്നാണ്. സോ ഐ സ്റ്റിൽ റിമെമ്പർ ഹിം സിറ്റിംഗ് ഇൻ ദി, എന്താ പറയാ, നമ്മളുടെ ആ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിൽ നേരെ. ഐ സ്റ്റിൽ റിമെമ്പർ ഹിം സിറ്റിംഗ് ഇൻ ദാറ്റ്. ആൻഡ് ക്ലാസ്സിൽ ഇങ്ങനെ വൺ ഓഫ് ദി സ്റ്റുഡൻറ് ഹു യൂസ് ടു ആസ്ക് ഡൗട്ട്സ്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാം അടുത്ത ടാർഗറ്റ് എന്താണ് അല്ലേ. സോ ഐ സ്റ്റിൽ റിമെമ്പർ ടാർഗറ്റ് എന്താണ്. ഞാനിങ്ങനെ ടാർഗറ്റ് ആഫ്റ്റർ ദി ക്ലാസ് ഐ യൂസ് ടു ഗിവ് ദി ടാർഗറ്റ്സ്, റൈറ്റ്. സോ എന്തെങ്കിലും ഒരു ടാർഗറ്റ് 1 day ഡിലേ വന്നാലും ഹി യൂസ് ടു മെസ്സേജ് മീ സെയിങ് എപ്പോഴാണ് നെക്സ്റ്റ് ടാർഗറ്റ്. ആൻഡ് യാ, മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ നിന്റെ മുഖത്തും ആ ഹാപ്പിനെസ് കാണാം. സോ 2-3 questions which from student side, ഷാ. സോ വാട്ട് ഇസ് എ തിങ് വിച്ച് രണ്ട് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് നമുക്ക് ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ലൈക്ക് അതെ. ഫസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെ പഠിക്കണം, ലൈക്ക് ഹൗ ഡു യു അഡ്ജസ്റ്റ് ഡെയിലി? 3 പേപ്പേഴ്സ് ആണോ, ലൈക്ക് ഡെയിലി എങ്ങനെയാ പഠിച്ചത്? ലൈക്ക് അലോക്കേറ്റഡ്, ഹൗ ഡിഡ് യു അലോക്കേറ്റ്? ലൈക്ക് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ മുമ്പ് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്ത രൂപത്തിലാണ് ഞാൻ ഇപ്രാവശ്യം ഫൈനൽ പ്രിപ്പയർ ചെയ്തത്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസം ഇപ്പോ തുടക്കത്തിൽ AFM ക്ലാസ് ആയിരുന്നു ഞാൻ ഇവിടെ ക്ലാസ് തുടങ്ങിയത്. അപ്പൊ AFM ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ മുമ്പ് FR ക്ലാസ് കേട്ടിരുന്നല്ലോ. അപ്പൊ രാത്രി പോയിട്ട് അതിന്റെ കുറച്ചിങ്ങനെ കവർ ചെയ്ത് പോകും. അപ്പൊ ഓക്കെ. അങ്ങനെ എല്ലാ ക്ലാസ് കഴിഞ്ഞാലും അന്ന് എടുത്ത ക്ലാസ് കുറച്ച് നോക്കും. പോരാത്തതിന് മുമ്പ് കഴിഞ്ഞ പേപ്പറിന്റെ ഓരോ ചാപ്റ്റർ വൈസ് കൊണ്ടുവരും. അപ്പോ എന്റെ ഷെഡ്യൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ്, അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. കാരണം എന്റെ ക്ലാസ് കഴിയുന്നത്, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ലാസ്റ്റ് ആയിരുന്നു. ഓക്കെ. അതായത് DET ക്ലാസ് കഴിഞ്ഞു, IDT ഞാൻ ഓൺലൈൻ ക്ലാസ് വാങ്ങി. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോറി മാർച്ച് അല്ല, മാർച്ച് 15th ഓക്കെ. 1.5 മാസമാണ് എനിക്ക് റിവിഷന് ടൈം കിട്ടുക. അപ്പൊ ഞാനിത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു പേപ്പർ ഫുള്ള്. ഓക്കെ. മോർണിംഗ് ഒരു 8 o'clock ഞാൻ ICI തൃശ്ശൂരിൽ പോകും. 6 o'clock വരെ ആ പേപ്പർ അവിടെ പഠിക്കും. മോർണിംഗ് രാവിലെ എന്ത് ചെയ്യും വെച്ചാൽ 2 hours പ്ലസ് രാത്രി കിടക്കുന്ന വരെ ഓഡിറ്റിംഗ് നോക്കും. കാരണം വെച്ചാൽ ഓഡിറ്റിംഗ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡേ നോക്കാൻ കഴിയില്ല. ബിക്കോസ് നമ്മളത് തിയറി വായിച്ച് വായിച്ച് വരുമ്പോൾ നമ്മൾ മടുപ്പ് വരും, നമ്മുടെ മൈൻഡ് പോകും. അപ്പൊ ഞാൻ ഒരു ദിവസം മൊത്തമായിട്ട് എന്താ പ്രോബ്ലം പേപ്പറിനെ കൊടുക്കാറ്. കാരണം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ തീരില്ല. ഒരു ദിവസം പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ കൺസെപ്റ്റ് തീർക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്റെ ഒരു ആവശ്യമായിരുന്നു. എന്നാലേ പക്ക മൊത്തത്തിൽ നമുക്ക് ആ ചാപ്റ്റർ ക്ലാരിറ്റി കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഓരോ പേപ്പറിന് ഞാൻ ഏകദേശം ഒരു 10 മുതൽ 12 ദിവസം വരെ റിവിഷന് കൊടുത്തു. ഓക്കെ. FR 12 ദിവസം, AFM 12 ദിവസം, DT IDT ഇതിന്റെ കൂടെ തന്നെ ഓഡിറ്റിംഗ് കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ റഫ്ലി ഒരു 40 days കൊണ്ട്, 45 days കൊണ്ട് ഞാൻ 5 പേപ്പർ എന്ത് ചെയ്തു, റിവിഷൻ ചെയ്തു. എനിക്കൊരു 45 ദിവസം കിട്ടിയത്. മാർച്ച് 15 മുതൽ ഏപ്രിൽ ലാസ്റ്റ് വരെ എന്ന് പറയുമ്പോൾ ഒരു 45 days. എക്സാക്ട്ലി ഒരു പേപ്പർ 11 മുതൽ 12 ദിവസം വരെ കിട്ടി. അതിൽ പിന്നെ നമ്മള് മനുഷ്യരാകുമ്പോൾ ഒരു മടുപ്പ് കൊണ്ട് ഇടയ്ക്ക് നമ്മളൊരു ചീറ്റ് ഡേ പോലെ എന്ത് ചെയ്യും, മടിയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. കാരണം നമ്മൾ ഒരിക്കലും മൈൻഡിന് ഒരുപാട് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ പഠിക്കും വേണം, അതിന്റെ കൂടെ ഫ്രണ്ട്സിനോട് സമയം സ്പെൻഡ് ചെയ്യാം, സംസാരിക്കാം. മാക്സിമം സോഷ്യൽ മീഡിയ ഒഴിവാക്കാം. കാരണം അതുകൊണ്ട് ഒരു ഉപകാരമില്ല. ആ സമയം മൈൻഡ് റിലാക്സ് ചെയ്യാൻ ആളുകളോട് സംസാരിക്കുക,
ഉം. എന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് Okay. ബെറ്റർ ആണ്. Okay. Then how was that exam in there are 6 papers, right? How was that? How did you manage 6 papers at a stretch? എപ്പോഴും പിള്ളേർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ 6 papers at a stretch ഒരു ഗ്രൂപ്പ് തീരുമ്പം തന്നെ എങ്ങനെയാണ്? How was that management? എന്റെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമയം കൂടുന്തോറും നമ്മളുടെ ഒരു അറ്റൻഷനും നമ്മുടെ ഒരു നമ്മൾ ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ അത്ര നമ്മൾ ഫോക്കസ് ചെയ്യില്ല. സോ ടൈം ഷെഡ്യൂൾ നമ്മളിത് ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫോക്കസ്ഡ് ആവും, നമ്മൾ വെറുതെ സമയം കളയില്ല. സോ എനിക്ക് 4 മാസം എന്നുള്ളത് ഒരു ഗ്രൂപ്പിന് ഓവർ ടൈമാണ്. കാരണം 4 മാസം കൊണ്ട് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സസ് ആണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇരുന്ന് പഠിക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം സമയമുണ്ടല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കളയും. 2 ഗ്രൂപ്പ് 4 മാസം എന്ന് പറയുമ്പോൾ ഒരുപാട് കൺജസ്റ്റഡ് ആകുമ്പോൾ നമ്മൾ ഇരുന്ന് അങ്ങനെ പഠിച്ചു പോകും. നമ്മൾ വെറുതെ സമയം കളയില്ല. കാരണം ഒരു ദിവസത്തെ ഒരു 1 hour 2 hour പോയാൽ തന്നെ നമ്മുടെ മൊത്തം ഷെഡ്യൂൾ മാറും. അതിനനുസരിച്ച് ഓരോ പേപ്പറിന്റെയും റിവിഷൻ ടൈം കുറയും. അപ്പോ എന്റെ അഭിപ്രായം, ഇപ്പോ നമുക്ക് IBS എന്നുള്ള പേപ്പറിലുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ കണ്ടുകയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവും, സെക്കൻഡ് ഗ്രൂപ്പ് 2-3 അറ്റംപ്റ്റ് ആയിട്ട് എഴുതി പാസ്സാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ IBSന് ഫസ്റ്റ് 3 പേപ്പറിൽ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. ഒരിക്കലും നമ്മൾ ബുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ആ 4 മണിക്കൂർ കൊണ്ടൊന്നും IBS എഴുതി കിട്ടില്ല. കാരണം ബോത്ത് ഗ്രൂപ്പ് പഠിച്ചിട്ട് എനിക്ക് 20 മാർക്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല IBSല്. അപ്പോ എന്റെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 month 6 month ഒക്കെ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോത്ത് എപ്പോഴും നോക്കുക. അത് എപ്പോഴും വെറുത്താണ്. പിന്നെ അതുപോലെ ഇപ്പൊ എന്റെ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയും, എനിക്ക് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് കിട്ടി. എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ 156 ഉണ്ടായിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പിൽ 145. എനിക്ക് 5 മാർക്ക് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. അത് ഞാൻ എഴുതിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഗ്രൂപ്പ് പോലും കിട്ടില്ല. എനിക്ക് ആകെ ഒരു പേപ്പറിൽ മാത്രമേ എക്സംഷൻ ഉള്ളൂ. സോ ഓൾവേസ് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ബോത്ത് പേപ്പേഴ്സ് ടുഗദർ. കാരണം IBS എന്നുള്ള പേപ്പറിലുണ്ട്, അല്ലെങ്കിൽ മേ ബി നമുക്ക് ഇന്റർ ഒക്കെ ചെയ്ത പോലെ ഒരു ഗ്രൂപ്പ് എഴുതായിരുന്നു. കാരണം IBS ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. Okay. And last question, how was the auditing paper? Like how did you prepare? Because that is one of the paper, നീ already പറഞ്ഞു 2 hours വെച്ച് പഠിക്കുമെന്നൊക്കെ പറഞ്ഞു. But still, പിള്ളേർക്ക് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ, auditing by nature itself it is dry and all those things are there. So how was your approach? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇപ്പോ എന്നെ പറ്റി പറഞ്ഞാല് ഞാൻ ഏറ്റവും ബാക്ക് ആയിട്ടുള്ള തിയറി പേപ്പേഴ്സിലാണ്. ഇപ്പൊ എന്റെ ഇന്റർണൽ മാർക്ക് എടുത്താലും ഇപ്പൊ ഫൈനൽ പാസ്സായ മാർക്ക് എടുത്താലും ഞാനൊക്കെ 40-45 റേഞ്ചിലേ കിട്ടാറുള്ളൂ. ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. ഞാൻ എപ്പോഴും പറയും പിള്ളേരുടെ. പിന്നെ അതുപോലെ നമ്മൾ എക്സാമിന്റെ പ്രഷറിൽ ഇങ്ങനെ എഴുതി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വാക്ക് നമ്മൾ എഴുതൂല, തെറ്റിച്ച് എഴുതും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പറയാനുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട് ചില പിള്ളേര് ഒരു ദിവസം മൊത്തം ഹാഫ് ഡേ ഇരുന്ന് പഠിക്കും, ഒരു ഫുൾ ഡേ ഇരുന്ന് കോച്ചിങ് പഠിക്കുന്ന പിള്ളേരുണ്ട്. അവരെങ്ങനെ വെച്ചാൽ സാധാ പേപ്പേഴ്സ് പോലെ തന്നെ ഒരു ദിവസം മൊത്തം കൊടുക്കും. അതൊരു എഫക്റ്റീവ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഒരു 1-2 hours കഴിഞ്ഞാൽ തന്നെ നമ്മൾ മടുക്കും. കാരണം ആ ഒരു ഡ്രൈനെസ് എന്നുള്ളത് സത്യമാണ്, നമ്മളിപ്പോ അത് മറച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോ എപ്പോഴും കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് പോർഷൻ മാത്രം ഒരു ദിവസം കൊടുക്കുക ഓഡിറ്റിങ്ങിന്. കാരണം ഇപ്പോ ഇന്റർ പോലെയല്ല, ഇന്ററിൽ നമുക്ക് ലോ ഉണ്ടായിരുന്നു, SM ഉണ്ടായിരുന്നു, ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു, ഇതൊക്കെ തിയറി ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സമയം വേണ്ടിയിരുന്നു. ഇപ്പൊ ഫൈനൽ ഒരു പേപ്പറേ ഉള്ളൂ ആസ് ഓഫ് നൗ, നമുക്ക് ഓഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഈ മൊത്തം പേപ്പേഴ്സ് പഠിക്കുന്നതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാല്, ദിവസത്തിൽ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പിന്നെ കൺസെപ്ഷ്യൽ ക്ലാരിറ്റി നല്ല വേണം. ഈ പൊതുവെ കുട്ടികൾ എന്ത് ചെയ്യും, SS വെറുതെ ചുമ്മാ മനപ്പാടാക്കി പോകും, എന്താ സാധനം അറിയാതെ. കാരണം ക്വസ്റ്റ്യൻ വരുന്നത് ഡയറക്റ്റ് ആവില്ല. ഇപ്രാവശ്യം കേസ് സ്റ്റഡി രൂപത്തിൽ വരും. നമ്മളത് ഏത് essay മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ആൻസേഴ്സ് ചെയ്യണം. അതാണ്. പിന്നെ ഞാൻ മൊത്തത്തിൽ ഒരു എല്ലാ പേപ്പേഴ്സിന്റെയും എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. പൊതുവെ പിള്ളേര് എന്ത് ചെയ്യും, MCQs ലാസ്റ്റ് വെക്കാറുണ്ട്. ചിലവർക്ക് അത് അപ്രോച്ച് കറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. ഞാൻ പൊതുവെ ഫസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതായത് എക്സാം തുടങ്ങിയിട്ട് ഫസ്റ്റ് ചെയ്യും. എന്റെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എക്സാം എഴുതും തോറും നമ്മുടെ എഫക്റ്റീവ്നെസ് കുറയും. നമ്മളിങ്ങനെ പിന്നെ എന്ത് ചെയ്യും, ചിന്തിക്കുന്നത് തെറ്റായി ചിന്തിക്കും, സ്ലോ ആവും. MCQയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ക്വസ്റ്റ്യൻ ട്രിക്കി ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ വാല്യൂസ് നമ്മൾ എടുത്താലോ ഒഴിവാക്കിയാലോ ഒക്കെ എല്ലാം ഓപ്ഷൻ ഉണ്ടാവും, എല്ലാത്തിനും ഉത്തരങ്ങൾ അതിലുണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ മോസ്റ്റ്ലി നമ്മള് MCQ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മള് നല്ല ബ്രൈറ്റ് മൈൻഡിലുള്ള സമയമായിരിക്കും. അപ്പൊ തെറ്റാനുള്ള സാധ്യത കുറയും. ഒരു കറക്റ്റ് ടൈം കൊടുക്കുക, ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് 30 മാർക്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ പൊതുവേ ഞാൻ പറയാണ്, മൊത്തം പഠിച്ചു കഴിഞ്ഞാലും ഒരു കേസ് സ്റ്റഡി ഒക്കെ നമുക്ക് അറിയാത്തുണ്ടാവും.
നമ്മളിപ്പോ എല്ലാം പഠിച്ചാലും നമ്മൾ മറന്ന് വീക്കായ പോർഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് തീരെ അറിയാത്തുണ്ടാവും. അത് നമ്മൾ ഒരുപാട് സമയം കളയാതെ അറിയുന്ന ഒരു 20-22 മാർക്കിന്റെ MCQ നമ്മൾ ചെയ്ത് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി പാസ്സാവാൻ പറ്റും. എന്റെ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്. കാരണം 30 നിങ്ങൾക്ക് ഒരു 20 മാർക്സ് MCQ സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 70 നിങ്ങൾക്ക് 25-30 ക്ലിയർ ആയിട്ട് കിട്ടും. കാരണം എന്റെ എല്ലാ പേപ്പേഴ്സിലും എനിക്ക് 20+ MCQ കിട്ടിയാണ്. ഞാൻ നോക്കിയിരുന്നു ആൻസേഴ്സ്. അതെ, അപ്പം എല്ലാ പേപ്പേഴ്സിലും എനിക്ക് 20+ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് മാത്രം ഞാൻ ഡിസ്ക്രിപ്റ്റീവിൽ കയറി പോയത്. കാരണം ഡിസ്ക്രിപ്റ്റീവിൽ അവർക്ക് മാർക്ക് കുറക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. അവർക്ക് എവിടെയും കട്ട് ചെയ്യാം. നമ്മള് ഈവൻ നമ്മൾ തെറ്റിച്ചാൽ പോലും നമുക്ക് മാർക്സ് കിട്ടും സ്റ്റെപ്പിന്. MCQ അതില്ലല്ലോ. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. സോ MCQ ഫോക്കസ് ചെയ്യാം. നമ്മൾ അത് ചെയ്യുന്ന മെത്തേഡ്സ് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് വരാം. ആൻസറിന് ബാക്കോട്ട് പോകാം. നമുക്ക് അത് ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോകാം. ഏതൊക്കെ തെറ്റുത്തരം നോക്കിയിട്ട് ഒഴിവാക്കിയിട്ടൊക്കെ ഓപ്ഷൻ കണ്ടെത്താം. സോ MCQന് ഒരുപാട് പിള്ളേർ, ഞാനിപ്പം ചിലവർക്ക് 40 മാർക്കിനും കവർ ചെയ്യുന്നില്ല. അവരെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ എഴുതി പോവും. അവസാനം സമയം ഉണ്ടാവില്ല. എന്നിട്ട് കറക്കി കുത്തും. എന്നിട്ട് കിട്ടുക 2-4 മാർക്കായിരിക്കും. അപ്പൊ 30-ൽ 4 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ഐഡിയ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പൊ MCQ ഒരു 15 എബോ 20 എബോ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്രാവശ്യത്തെ പേപ്പറിൽ AFM ഒഴികെ ബാക്കിയെല്ലാം ഒരു ആവറേജ് റേഞ്ച് ആയിരുന്നു. ഒരുവിധം പഠിച്ച ഒരാൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും 20+. അപ്പൊ എന്റെ ഒരു തികയാണ്. ചിലവർ പറയും ഡിസ്ക്രിപ്റ്റീവ് ആദ്യം എഴുതിയിട്ട് അറിയുന്നൊക്കെ എഴുതിയിട്ട് MCQ പോകാം, അത് അവരെ ഇഷ്ടം. ബട്ട് ഞാൻ ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. ഫസ്റ്റ് MCQ. അതെ. ശരി. Anything you want to add, like anything you want to say other than എല്ലാം കവർ ചെയ്തു, but still anything else you want to add? അല്ല, എന്റെ ഒരു ഇപ്പോ 2 അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായവരുണ്ടാവും, വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും, 3 അറ്റംപ്റ്റ് 4 അറ്റംപ്റ്റ് ഉള്ള പിള്ളേരുണ്ടാവും. എന്റെ എന്റെ ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനാണ് സാക്ഷി. കാരണം എനിക്ക് 4 മാസം കൊണ്ട് പഠിച്ചിട്ട് പാസ്സാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. മാക്സിമം എഫേർട്ട് കൊടുക്കുക. നിങ്ങൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി വെച്ച് പഠിക്കുക. ചുമ്മാ ബൈ ഹാർട്ട്. ഫൈനൽ പിള്ളേരാണല്ലോ, അവർക്ക് അറിയാം. കാരണം ഇന്റർ ഒക്കെ പാസ്സായി ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നവരാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, വിശ്വാസമുള്ളവര്. വീട്ടുകാരോട് പ്രാർത്ഥിക്കാൻ പറയാ, വീട്ടുകാരുടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ കുട്ടികളുടെ സപ്പോർട്ട് ഉണ്ടാകും, സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക. എന്ത് ഡൗട്ട് വന്നാലും ടീച്ചേഴ്സിനോട് ചോദിക്കുക, മണ്ടത്തരാണെങ്കിൽ പോലും. ഇപ്പൊ ക്ലാസ്സിന് ചോദിക്കാൻ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫാക്കൽറ്റീസിനോട് ഒറ്റയ്ക്ക് ചോദിക്കാം. ഞാൻ അതാ ചെയ്യാറ്. ക്ലാസ്സിന് കുറെ മണ്ടത്തരങ്ങൾ ചോദിക്കും. എന്നിരുന്നാലും എനിക്ക് ആ പേടിയില്ലായിരുന്നു. കാരണം നമ്മള് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ ഒരു എയിം. സോ നമ്മളിപ്പോ ചില ഡൗട്ടുകൾ തീർന്നാലാവും നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടുക. ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ, ആ ഒരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി കിട്ടാൻ. സോ ഓൾവേസ് ഡൗട്ടുകൾ ചോദിക്കുക, എല്ലാം മനസ്സിലാക്കി വെക്കുക. നമ്മൾ കാരണം ഇപ്പൊ പ്രത്യേകിച്ച് AFM പോലത്തെ പേപ്പറൊക്കെ അത്രക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നോണ്ട് നല്ല ക്ലാരിറ്റി വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. അപ്പോ ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഫ്രണ്ട്സിനോട് ചോദിക്കുക, ഓൺലൈനിൽ നോക്കാം, ഫാക്കൽറ്റീസിനോട് ചോദിക്കാം. എല്ലാവരും കൂടെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മാം ഒക്കെ വളരെ സപ്പോർട്ടാണ്. ഞാൻ 10 മണിക്കും 11 മണിക്കൊക്കെ രാത്രി മെസ്സേജ് അയക്കും, മാം റിപ്ലൈ ചെയ്യാറുണ്ട്. ഈവൻ അത്ര ബാക്കി ഫാക്കൽറ്റീസ് പോലും അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടും നമുക്ക് പേടിയുള്ള പേപ്പറും ആയുണ്ട്. സോ മാമിന്റെ സപ്പോർട്ട് വളരെ അത്രയൊക്കെ നമ്മൾ പ്രശംസിക്കണം. താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട്. താങ്ക്സ് അല്ലടാ, ബിക്കോസ് ഇതിപ്പം ക്ലാസ് നമ്മൾ എടുക്കുമ്പം ഐ ഡു റിമെമ്പർ യു ആർ ആസ്കിങ് ഡൗട്ട്സ്. ഞാൻ ജസ്റ്റ് ഇതിന്റെ മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യായിരുന്നു. യു ആർ ആസ്കിങ് ദി ഡൗട്ട്സ് സെക്ഷൻ 143. എന്താ പറയാ, ടാസ്ക് 2 ഡീറ്റെയിൽസ് എപ്പോഴാ നിന്റെ മെസ്സേജ് ആണ് ടാസ്ക് 2 ഡീറ്റെയിൽസ് എപ്പോഴാ തരിക, പിന്നെ എപ്പോഴാണ് നെക്സ്റ്റ് ടാസ്ക്. അതിൽ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ടാസ്ക് തരുമ്പോൾ ഞാൻ ഡേറ്റ് അതിൽ എനിക്ക് തോന്നുന്നു എപ്പോഴോ ഞാൻ അറിയാതെ സോ ഐ വാസ് തിങ്കിങ് നീ ഇത്രയും ടാസ്കിൽ സീരിയസ് ആയിട്ട്, ബിക്കോസ് ഗ്രൂപ്പിൽ കുറെ പിള്ളേരുണ്ട്. സോ ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഡേ, ബിക്കോസ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു ടാസ്ക് ഇങ്ങനെ കറക്റ്റായിട്ട്. നമുക്ക് ആസ് എ ഫാക്കൽറ്റി ഓർ ഞാൻ കൂടുതൽ വിളിക്കുന്ന എന്റെ മെന്ററിനാണ്, നമുക്ക് കൊടുക്കാനല്ലേ പറ്റൂ. സോ അത് ചെയ്യുന്നോ ഇല്ലയോ, ദാറ്റ്സ് അപ് ടു യു. സോ നീ എന്നെ റിസൾട്ട് വരുന്ന ദിവസം മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്യായിരുന്നു, പിന്നെ നെക്സ്റ്റ് ടാസ്ക് എപ്പോഴാണ്. സോ നീ താങ്ക്സ് പറയുമ്പം ഐ എം വെരി ഹാപ്പി. ബട്ട് അതിനേക്കാളും ഹാപ്പിനെസ് ഇസ് ലൈക്ക് യു ഫോളോ ദി ടാസ്ക്, ആൻഡ് അതാണല്ലോ അത്രയും ഹാപ്പിനെസ്. സോ ഓഡിറ്റിങ്ങിന് ഞാൻ മാമിന്റെ ഷെഡ്യൂൾ വെച്ച് പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. സോ അത് വെച്ച് ഞാൻ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം എനിക്ക് ടാസ്ക് കറക്റ്റ് പോകണം.
പോയില്ലെങ്കിലും എന്റെ സമയം പോവല്ലോ, ലൈക്ക് എന്റെ ഷെഡ്യൂൾ തെറ്റും. സോ ആഹാ. ഷെഡ്യൂളിൽ നിന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്മാറാനോ നമ്മളൊരു ലാഗ് ഔട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ പേപ്പേഴ്സും ബാധിക്കും, നിങ്ങളുടെ ഷെഡ്യൂൾ മാറും, നിങ്ങൾ ഒരുപാട് ഏരിയസ് കവർ ചെയ്ത് പോകില്ല, പിന്നെ പിന്നെ മടിയാവും. ഒരു പോർഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോർഷൻ വിടും, പിന്നത്തെ പോർഷൻ മനസ്സിലായി. വിടും. സോ നമ്മൾ ആദ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ടാസ്ക്. ഷെഡ്യൂൾ വെക്കുക. ചുമ്മാ നമ്മൾ ഒരു 10 ദിവസം 15 മണിക്കൂർ നമുക്ക് കഴിയില്ല. ഒരു 10 to 12 നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ 10 to 12 നമുക്ക് എന്തായാലും കഴിയും. അവർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ വെക്കുക, നിങ്ങൾ പഠിക്കുക, കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ വെച്ച് പോകാം, ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ വേണ്ട. കണ്ടിന്യൂസ് പഠിച്ചിട്ട് നിങ്ങൾ ആകെ എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു, നമ്മള് തുടക്കത്തിൽ ആ മറ്റേ എന്താ ഫൈനൽ പഠിക്കുമ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും കാട്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ തുടക്കത്തിൽ ഒരുപാട് പഠിച്ച് ഞാൻ ആകെ ഡൗൺ ആയി. അപ്പൊ മനസ്സിലായി ഇത് കാര്യമില്ല, നമ്മള് മനുഷ്യനാണ്, മെഷീൻ അല്ലല്ലോ. സോ നമ്മൾ കുറച്ച് പഠിക്കാം, റിലാക്സ് ചെയ്യാം, ഫ്രണ്ട്സിനോട് സംസാരിക്കാം, വീട്ടിലോട്ട് വിളിക്കാം, വീട്ടിലാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഫാമിലിനോട് ഒക്കെ ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ അത്രയും റിജിഡ് ആയിട്ട് ബുദ്ധിമുട്ടായി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കൂൾ മനസ്സിലായി. ആയിട്ട് പഠിക്കാം, പാസ്സാവും. ഒരേ ഒരു ഡൗട്ട്, ആ ടാസ്ക് ഒക്കെ എനിക്കൊന്ന് ടാർഗറ്റ് 8 ടാർഗറ്റ് അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ദിസ് മൈ പേഴ്സണൽ ലൈക്ക് മാം ഇപ്പോ ഈ ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം എന്നൊക്കെ പറയില്ലേ, ആ ലൈക്ക് മൊത്തം കഴിഞ്ഞില്ലെങ്കിലും ഞാനത് ചെറിയ ചെറിയ പാർട്ടുകൾ കഴിഞ്ഞ ഫുൾ ആയില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗോ എപ്പോഴെങ്കിലും തീർക്കും. പക്ഷെ ഞാൻ മോസ്റ്റ്ലി ആ ടാർഗറ്റ് കവർ ചെയ്തിരുന്നു. ഓക്കെ എന്റെ ഓക്കെ. അഭിപ്രായം, നിങ്ങൾ ചിലർക്ക് സ്വന്തമായി ഷെഡ്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന് ഷെഡ്യൂൾ പോകുന്നവരുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ആ ഷെഡ്യൂൾസ് മീറ്റ് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. നമ്മളിപ്പോ ഒരാളുടെ ഷെഡ്യൂൾ പോലെ പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഷെഡ്യൂൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോവാ, എന്നാൽ നിങ്ങൾ പാസ്സാവും. ലൈക്ക് എന്റെ ഒരു തിയറി അങ്ങനെയാണ്. ശരി ശരി ശരി. താങ്ക് യു ഷാ. എനിക്കിപ്പോഴും ഐ കനോട്ട് ആക്സെപ്റ്റ് ആസ് എനിക്ക് ആ ഷർഷ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ഐ എം റിയലി സോറി. ഷാ എന്ന് വിളിച്ചിട്ട് ഐ എം സോ യൂസ് ടു. നീ ഒരു ദിവസം ഇപ്പോ ക്ലാസ്സിൽ ക്ലാസ്സിലെ ഓഡിറ്റിംഗ് ക്ലാസ്സിലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ അവളും ഷാന്ന് എന്നെ വിളിക്കുന്നത്. ആദ്യമായിട്ട് എന്നെ ഷാന്ന് വിളിക്കുന്ന ആൾക്കാര്. ഇതുപോലെ ഇനിയും ഇനിയും ഹൈറ്റിലേക്ക് എത്തട്ടെ, ഇനിയും ആണ്. ഉയരങ്ങളിലേക്ക് Thank എത്തട്ടെ. you. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് സപ്പോർട്ട് ഓഫ് യുവർ ഫാമിലി ആൻഡ് എന്താ പറയാ ഫാക്കൽറ്റീസ് ആൻഡ് ഓൾ ദി ലവ്ഡ് വൺസ്. എന്താ പറയാ, നിനക്ക് ഇനിയും അച്ചീവ് ചെയ്യണമെന്നുണ്ടല്ലോ, മേ ബി ഇറ്റ് ഇസ് ഇൻ ദി പ്രൊഫഷണൽ പേഴ്സണൽ, എല്ലാവിധ അതെ, ബ്ലെസ്സിങ്സും. ആൻഡ് താങ്ക് യു. താങ്ക് യു. വിളിച്ച ഉടനെ ഒന്ന് വന്ന് പിള്ളേർക്ക് ഇപ്പൊ ഞാൻ ചോദിച്ച 3-4 ക്വസ്റ്റ്യൻസ് എല്ലാം പിള്ളേർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാ. മേ ബി ഇപ്പൊ അതെ ഞാൻ അതെ, ഇത് എനിക്കും ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു. ലൈക്ക് നമ്മള് അത് കറക്റ്റായി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരിക. എക്സാക്ട്ലി. തുടക്കത്തിൽ നമ്മളിപ്പോ ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇന്റർ പിള്ളേരോട് ചോദിക്കും, ഇന്റർവ്യൂ ആ പഠിക്കുമ്പോൾ ഫൈനൽ പിള്ളേരോട് ചോദിക്കും, അതാ പാസ്സായോട് ചോദിക്കും. കാരണം നമുക്ക് സക്സസ് ആയ ആൾക്കാരോട് ചോദിക്കാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതാ ശരിയാണ്. അതുകൊണ്ടാ ഞാൻ പിന്നെ വിളിച്ചു അതെ. പറഞ്ഞ് നീ വന്നു, അതുകൊണ്ട് അത് ഒന്നും കൂടെ അതിനൊരു സ്പെഷ്യൽ ഇല്ല, അപ്രിസിയേഷൻ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഇപ്പൊ ഫ്രീ ആണ്.